അതായത് 2008 അനിയൻ മരണപ്പെടുന്നത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഒരു വർഷം കഷ്ടിയാവുന്നതിന് മുമ്പ് തന്നെ പാർട്ടിയുടെ നേതാക്കന്മാർ ബന്ധപ്പെട്ടൊരു ഫണ്ട് ശേഖരിക്കുന്നുണ്ടെന്ന്. എനിക്കോ എൻ്റെ കുടുംബത്തിന് ആർക്കും അതിന് താല്പര്യമില്ലായിരുന്നു. വേണ്ടാന്ന് നിർബന്ധമായിട്ടും പറഞ്ഞിട്ടും നേതാക്കന്മാർ പറഞ്ഞത് ഒരു പൊളിറ്റിക്കൽ ഇഷ്യൂ ആവണമെന്നുണ്ടെങ്കിൽ അതങ്ങനെ തന്നെ ആവണമെന്ന് പറഞ്ഞ് നേതാക്കന്മാരുടെ നിർബന്ധപ്രകാരമാണ് ഞങ്ങളത് സമ്മതിച്ചത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഫണ്ട് കളക്റ്റായി 10 രൂപ കളക്ട് ചെയ്തു. അത് കഴിഞ്ഞിട്ട് 5 രൂപ അമ്മയുടെ അക്കൗണ്ടിലേക്ക് ഇടുകയും 5 രൂപ പാർട്ടി ഫണ്ടിലേക്ക് 10 ലക്ഷം രൂപ കളക്ട് ചെയ്തു. 5 ലക്ഷം രൂപ അമ്മയുടെ അക്കൗണ്ടിൽ കൊടുക്കുകയും ബാക്കി 5 ലക്ഷം രൂപ പാർട്ടി അക്കൗണ്ടിലേക്ക് സൂക്ഷിച്ചു. അത് പക്ഷേ ഞങ്ങൾ 10-15 വർഷം കഴിഞ്ഞിട്ടാണ് അറിയുന്നത്. അത് ഇമ്മീഡിയറ്റ്ലി അന്നത്തെ പാർട്ടിയുടെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി എന്ന് പറഞ്ഞ രവീന്ദ്രനായിരുന്നു. അപ്പോൾ അദ്ദേഹം അത് ക്യാഷ് അങ്ങനെ തന്നെ മാറ്റിയിട്ട് അയാളുടെ വീട് വയ്ക്കാനും ബാക്കിയുള്ള കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടങ്ങ് ഇറങ്ങി. ഒരു 2 വർഷത്തിന് മുമ്പായിട്ട് അവിടുത്തെ കൈതമുക്ക് സഹകരണ ബാങ്കിലാണ്. അപ്പോൾ അവിടുത്തെ ജീവനക്കാർ പറഞ്ഞു ആ കാശ് അവിടെ ഇല്ലയെന്ന് പറഞ്ഞാൽ പറയാം. നമ്മൾ അന്വേഷിച്ചപ്പോഴത്തേക്കും അപ്പോൾ തന്നെ കാശ് അവിടെ നിന്ന് എടുത്തു. എന്നിട്ട് അത് ഞങ്ങൾ കുടുംബക്കാരും അവിടുത്തെ പാർട്ടിക്കാരും അത് ശ്രദ്ധപ്പെട്ട് പരാതി കൊടുത്തു. അങ്ങനെ പരാതി വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ അയാളത് അംഗീകരിച്ചു, പൈസ എടുത്തു എന്ന് പറഞ്ഞു. അതും പ്രകാരം ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി സ്ഥാനത്ത് നിന്നും ഒഴിവാക്കിയിട്ട് അതുപോലെ ഏരിയ കമ്മിറ്റി മെമ്പർ എന്നുള്ള സ്ഥാനത്ത് നിന്ന് ഒഴിവാക്കിയിട്ട് പാർട്ടി മെമ്പറായിട്ട് മാത്രം. നടപടിയൊക്കെ വരുന്ന ഏത് കാലയളവിലാണ്? 2 വർഷം ആവുകയുള്ളൂ, 2 വർഷം കഷ്ടിയാവുകയുള്ളൂ. അപ്പോൾ അങ്ങനെ ഒഴിവാക്കിയിട്ട് തിരിച്ച് അടുത്ത ലോക്കൽ സമ്മേളനം വന്ന സമയത്ത് ലോക്കൽ കമ്മിറ്റിയിൽ എടുക്കാൻ നോക്കി. അപ്പം അവിടുത്തെ പ്രാദേശികമായിട്ട് പ്രവർത്തകരെല്ലാം വളരെ ശക്തമാണ്. അപ്പോൾ അവർ എല്ലാവരും ബ്ലോക്ക് നിന്ന് പറ്റത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് അതിൽ നിന്ന് ഒഴിവാക്കി. പക്ഷേ അത് കഴിഞ്ഞിട്ട് ഏരിയ കമ്മിറ്റിയിൽ എടുക്കാൻ നോക്കി. അപ്പോഴും ബഹുഭൂരിപക്ഷം ആൾക്കാരും എതിർത്തിന് പ്രകാരം അതിൽ നിന്ന് ഒഴിവായി. ഇതെല്ലാം കൊണ്ടുവരുന്നത് നമ്മുടെ തിരുവനന്തപുരത്ത് മന്ത്രിയാണ്. അപ്പോൾ ഞാൻ അദ്ദേഹത്തോടൊപ്പം ഒരു 15-14 വർഷം അദ്ദേഹത്തിന് ട്രെയിൻ ഔട്ട് ഉണ്ടായിരുന്നു. അപ്പം ഒരു രക്തസാക്ഷി ഫണ്ട് എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് അത് തൊടുന്ന ഒരാളെ ഏത് പ്രസ്ഥാനമാണെങ്കിലും പാർട്ടിയിൽ പിന്നെ ഉണ്ടാവില്ല. അങ്ങനെയാണ് ഞാൻ കണ്ടത് കേട്ടത് തൊട്ടിൽ. അപ്പോൾ അത് ഒഴിവാക്കിയിട്ട് പിന്നീട് അദ്ദേഹം തന്നെ മുൻകൈ എടുത്തുകൊണ്ട് അദ്ദേഹമാണ് തിരുവനന്തപുരം ജില്ലയുടെ കാര്യങ്ങളെല്ലാം നോക്കുന്നത്. അപ്പോൾ അദ്ദേഹം തന്നെ മുൻകൈ എടുത്തുകൊണ്ട് CITUവിൻ്റെ ജില്ലാ സെക്രട്ടറി കഴിഞ്ഞ സമ്മേളനത്തിൽ കൊണ്ടുവന്നു. അപ്പോൾ അതിനെതിരായിട്ട് ഞങ്ങളെല്ലാവരും ഗോവിന്ദമാഷ് അടക്കം സംസ്ഥാന സെക്രട്ടറിക്ക് അടക്കം പരാതി, സംസ്ഥാന സെക്രട്ടറിക്ക് ജില്ലാ സെക്രട്ടറിക്ക് അടക്കം എല്ലാവർക്കും പരാതി കൊടുത്തു. പക്ഷേ പരാതിയിൽ ഒരു നടപടി ഇതുവരെ വന്നിട്ടില്ല. ഞാൻ 7 വയസ്സിൽ ബാലസംഘമായിട്ട് ബന്ധപ്പെട്ട് പാർട്ടി പ്രവർത്തനം വന്നതാണ്. 50 വർഷമായി പാർട്ടി ബന്ധമുണ്ടായിട്ട്. അപ്പോൾ ഞങ്ങൾ അതിൻ്റെ ഒരു മെരിറ്റോ അല്ലെങ്കിൽ ഒരു ആനുകൂല്യങ്ങളോ ഒന്നും ഞങ്ങൾ ചോദിക്കുന്നില്ല. എന്നെ UDF മിനിസ്റ്റർ ഇരുന്നപ്പോഴത്തേക്കും കേരള സ്റ്റേറ്റ് സ്പോർട്സ് കൗൺസിലിൽ കരാട്ടെ കോച്ചായിട്ട് കയറിയത്. ആദ്യത്തെ കരാട്ടെ കോച്ച് ഞാനായിരുന്നു. 10 വർഷം കഴിയുമ്പോഴത്തേക്ക് അത് പെർമനൻ്റ് ആക്കേണ്ട സമയത്ത് എൻ്റെ പാർട്ടി ഇരിക്കുന്ന സമയത്ത് ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടതാണ്. അതും എനിക്ക് പരാതിയില്ല. കാരണം അങ്ങനെ ഒരു ആനുകൂല്യം ഈ പാർട്ടിയിൽ നിന്ന് നേടി ജീവിക്കാൻ വേണ്ടിയിട്ടല്ല ഞങ്ങൾ ഈ പാർട്ടി വന്നത്. പക്ഷെ അതൊന്നും നമുക്ക് പ്രശ്നമില്ല, വിഷമമില്ല. ഈ പാർട്ടി ഫണ്ട് വകമാറ്റിയ ആളിനെ CITUവിൻ്റെ ജില്ലാ സെക്രട്ടറി ആക്കുക എന്ന് വെച്ചാൽ അത് ഞങ്ങൾക്ക് ഉൾക്കൊള്ളാൻ പറ്റില്ല. ഞങ്ങൾ കുടുംബക്കാരോ അല്ലെങ്കിൽ അവിടെയുള്ള ഒരു പാർട്ടിക്കാർക്ക് ഉൾക്കൊള്ളാൻ പറ്റത്തില്ല. അപ്പോൾ വല്ലാത്ത വിഷമത്തിൽ നിൽക്കുന്ന സമയത്താണ് കുഞ്ഞികൃഷ്ണൻ സഖാവിൻ്റെ ഒരു പ്രതികരണം വന്നത്. അപ്പോൾ ഇപ്പോൾ അതൊരു ആപ്റ്റ് ടൈമാണെന്ന് തോന്നിയുകൊണ്ട് പറഞ്ഞതാണ്. ഒരുപാട് അനുഭവിക്കുന്നുണ്ട്.